ഹലോ. അപ്പോൾ നമ്മൾ ടെസ്റ്റോസ്റ്ററോണിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞു. അതേപോലെ നമ്മുടെ ഡൈനാബോളിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞു. ക്രിയേറ്റിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഡൈനാബോളും ടെസ്റ്റോസ്റ്ററോണൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയൊരു നല്ലൊരു കോമ്പൗണ്ടാണ് നമ്മുടെ ഡെക്കാഡുറാബോളി. എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഡെക്കാഡുറാബോളി എന്ന് പറഞ്ഞ സാധനം. അത് ശരിക്കും ഒരു മെഡിക്കൽ യൂസ് തന്നെയാണ്. നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ നിർദ്ദേശപ്രകാരം നമുക്കിത് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ മാസ് ഇൻക്രീസ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എല്ലുകൾക്ക് ഉണ്ടാകുന്ന ഇതുണ്ടാവില്ല, എന്താ പറയുക, എല്ലിൻ്റെ ഡെൻസിറ്റി കൂട്ടും. എല്ലിൻ്റെ വിലക്കുറവ് കാര്യങ്ങളൊക്കെ കൂട്ടി ഇൻക്രീസ് ആക്കി തരും. പിന്നെ നമ്മുടെ ബോഡിയിലോട്ട് നല്ല വാട്ടറൊക്കെ ഹോൾഡ് ചെയ്ത് നല്ല ഒരു മസ്കുലറായിട്ട് നിൽക്കും. നല്ല ഒരു ബൾജായിട്ട് ബോഡി വരും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡിലുള്ള റെഡ് സെൽസിൻ്റെ എണ്ണം കൂട്ടും. അപ്പോൾ നമ്മൾക്ക് നല്ല നല്ല ചേഞ്ചുകൾ നമ്മുടെ ബോഡിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഡെക്കാഡുറാബോളി എന്ന സാധനം മാത്രം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കൂടെ ഓരോരോ സംഭവങ്ങൾ അഡീഷണലായിട്ട് ആഡ് ചെയ്യേണ്ടി വരും. നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ, ഞാൻ പറഞ്ഞല്ലോ, ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റോസ്റ്ററോൺ ഇല്ലാതെ ഒരു കളി നടക്കില്ല. ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഡെക്കാഡുറാബോളിൻ്റെ കൂടെ ടെസ്റ്റോസ്റ്ററോൺ ഏതാണ് ചൂസ് ചെയ്തത് എന്നൊക്കെ നമ്മുടെ കോച്ചിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് സംസാരിക്കാം. ഏറ്റവും ബെറ്റർ ഡോക്ടറെ അടുത്ത് പോയിട്ടൊക്കെ സംസാരിച്ചിട്ട് ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കുകയായിരിക്കും നല്ലത്. കാരണം അത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം നല്ലത്. ഇതിൽ നമുക്ക് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്നാലും അതായത് നോക്കാറില്ല. ബോഡി ബിൽഡിങ്ങിന് മസ്റ്റായിട്ട് സാധനം ഉപയോഗിക്കുന്നുണ്ട്. മസിൽസൊക്കെ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ, നല്ല മാസീവായിട്ട് നമ്മുടെ ബോഡി നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നിർബന്ധമായിട്ട് വേണ്ടി വരും. അപ്പോൾ ഡെക്കാഡുറാബോളിൻ്റെ ഒരു ഗുണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നമുക്ക് മെയിൻ സംഭവം അത്ര തന്നെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മസിൽ മാസ് ഒന്ന് ഇൻക്രീസ് ആകും, ബോഡി ഒന്ന് ബൾജായി വരും. പിന്നെ ഇതിൻ്റെ സൈഡ് എഫക്റ്റുകൾ സാധാരണ അനാബോളിക് സ്റ്റിറോയിഡ്സ് ഒക്കെ ഉണ്ടാവുന്ന പോലത്തെ സൈഡ് എഫക്റ്റുകൾ ഇതിൽ വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ വരാം, നമ്മുടെ ഹോർമോൺ ഇംബാലൻസിങ് ബോഡിയിൽ നടക്കും. പിന്നെ നമ്മുടെ സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. സ്ത്രീകൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ സൗണ്ടിൽ ചേഞ്ച് വരാൻ തുടങ്ങും. അങ്ങനെയുള്ള കുറേ സൈഡ് എഫക്റ്റുകളുണ്ട്. പിന്നെ ഹാർട്ട്, ലിവർ, സാധാരണ നോർമലായിട്ട് വരുന്ന സൈഡ് എഫക്റ്റുകൾ ഇതിൽ വരാറുണ്ട്. അപ്പോൾ ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരിതൊന്നും ശ്രദ്ധിക്കില്ല നല്ല നോക്കും. പക്ഷെ എന്നാലും കൂടിയായിട്ട് അവർ ഒരു പ്ലാൻഡായിട്ട് പോകാറുണ്ട്. ഇതിനൊക്കെ കൂടെ നമ്മൾ ചെയ്യേണ്ട മെയിൻ സംഭവം നമ്മളെ ഇതാണ്, ഫുഡ് കൺട്രോൾ ചെയ്യുക, ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട സാധനം. അപ്പോൾ ഏത് സാധനം നമ്മൾ ഏത് രീതിയിൽ ഉപയോഗിച്ചാലും നമുക്ക് റിസൾട്ട് വരും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് രീതിയിൽ ചെയ്താൽ തന്നെ വരുള്ളൂ. നമ്മൾ കുറേ ടെസ്റ്റ്, ഡൈനാബോൾ, ക്രിയേറ്റിൻ, മറ്റേ ഗോൾഡിനോൺ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വെറുതെ നമ്മൾ കുത്തി കയറ്റിയിട്ടൊന്നും ഈ സാധനം ബുദ്ധി വരില്ല. നല്ല ഹാർഡ് വർക്ക് ചെയ്യണം, നല്ല ഡയറ്റ് ഫോളോ ചെയ്യണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഫക്റ്റിനേക്കാൾ കൂടുതൽ സൈഡ് എഫക്റ്റുകളുള്ള സാധനം തന്നെയാണ് ഈ സാധനങ്ങൾ കംപ്ലീറ്റ്. അപ്പോൾ നമ്മളെ ഹെൽത്ത് നോക്കി നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇതിലോട്ട് ഇറങ്ങിത്തിരിക്കുക ചെയ്യുക. ഡോക്ടറെ അടുത്ത് പോവുക, സംസാരിക്കുക. കുഴപ്പമൊന്നുമില്ലെങ്കിൽ മാത്രം ഇതിലോട്ട് തിരിക്കുക. അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നും ഇല്ല. കാരണം എല്ലാ സ്റ്റിറോയിഡ്സുകളും നമുക്ക് അത്ര ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളല്ല, അൺഹെൽത്തിയാണ്. അപ്പോൾ എഫക്റ്റിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ അടുത്തൊരു മെയിൻ സാധനമായിട്ടുള്ള ഇത് കുറച്ച് വാട്ടർ ഹോൾഡ് നല്ലൊരു ഇതായിട്ട് വരും, നല്ലൊരു ബൾജായിട്ട് ബോഡി വരും. പിന്നെ മറ്റേത് കുറച്ചും കൂടി ലീനായിട്ട് വരുന്ന സാധനമുണ്ട്, ബോൾഡിനോൺ. അടുത്ത് നമുക്ക് ബോൾഡിനോൺ കിട്ടിയിട്ടുള്ള കുറച്ച് വീഡിയോയും അതിൻ്റെ കൂടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ കുറേ ആളുകൾ ഇത് ചോദിക്കുന്നുണ്ട്, ഇതൊന്നും ഇല്ലാതെ നോർമലായിട്ട് ഒന്ന് സൈസ് ആക്കണം, ബോഡി റെഡിയാക്കി എടുക്കണം എന്നല്ല. അതിനെ പറ്റിയിട്ടുള്ള ഫുഡ് ഡയറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് പറഞ്ഞു തരുന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. സൂക്ഷിച്ചാൽ വെക്കേണ്ട. എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു ഡോക്ടറെ അടുത്തോ ഒരു കോച്ചിൻ്റെ അടുത്തോ പോയി കൺഫേം ചെയ്ത് ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്യുക.